ഹലോ. അങ്ങനെ നമ്മളൊന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ വിചാരിച്ച്. ഇന്ന് ലീവുള്ള ദിവസം അതുകൊണ്ട് അപ്പോൾ എന്തായാലും പുറത്തേക്ക് പറഞ്ഞേ. അപ്പോൾ ഞാനും പൊന്നും കൂടെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് എടുത്തായിട്ടോ ഒന്ന് ബൈക്ക് എടുത്തിട്ട് കഥ പറഞ്ഞിട്ട് ഇങ്ങനെ പോണേ. എങ്ങോട്ടാ പോകേണ്ടത് വെച്ചാൽ പൊന്നു പറഞ്ഞു നമുക്ക് എന്നാ ഊട്ടി പോലെ വെച്ച്. അങ്ങനെ ഊട്ടി എന്നാ പിന്നെ ഊട്ടി പോകാനിട്ട് അങ്ങനെ ഊട്ടിക്ക് ഇറങ്ങി. മേപ്പാടി വഴിയായിട്ട് പോകണം. മേപ്പാടി വിടും വഴി നമ്മൾ പോകുന്നത്. ഇവിടെ ഊട്ടിക്ക് രണ്ട് റോഡ് വഴി പോകാം നമ്മൾ വയനാട്ടിൽ നിന്ന്. ഒന്ന് ബത്തേരി വഴി പോവാം, ഒന്ന് ഈ മേപ്പാടി വിടും വഴിയും പോകും. രണ്ട് ചെന്ന് കയറുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണ്. അങ്ങനെ അവിടുന്ന് മെല്ലെ വണ്ടി ഇട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം സമയമായി. അങ്ങനെ അവിടുന്ന് മെല്ലെ വണ്ടി എടുത്ത് മെല്ലെ പോകും. വടവഞ്ചാലം എത്തുന്നതിന് കുറച്ച് മുന്നായിട്ടുള്ളത്. സൺറൈസ് വാലി ആ ഏരിയയാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയാണ്, അതായത് ഈ ചായത്തോട്ടത്തിനിടയിൽ നിന്ന് ഫോട്ടോസ് എടുത്താൽ നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം ഇവരുടെ നാട്ടിൽ ഒന്നുമില്ല, ചായച്ചെടികളൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും കാണിച്ചു കൊടുത്ത് നമ്മൾ മെല്ലെ വിട്ട് വരുന്ന സമയത്തുണ്ട് കുറേ ചെടികൾ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കളർ ചെടികളല്ല. അപ്പോൾ നമ്മൾ മൊത്തം വെട്ടിയിട്ട് പുതിയ നടാനുള്ളതാണ്. അതുകൊണ്ട് അന്ന് ശരി പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ റോഡിൽ. ഈ ഏരിയ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി. കാറും വലിയ വലിയ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്, ബൈക്കൊന്നും ചെക്ക് ചെയ്യുന്നില്ല. അവർക്ക് എന്താ എൻട്രി ഫീയോ അങ്ങനെ എന്തെല്ലാം കൊടുക്കാനുണ്ട്. ബൈക്കിന് എൻട്രി ഫീ ഒന്നും ഇല്ല. അങ്ങനെ അവർ കൊടുക്കുന്നത് നോക്കി നമ്മൾ കൊടുക്കണോ ചോദിച്ചു. അപ്പോൾ വേണ്ട, കുഴപ്പമില്ല, നിങ്ങൾ വിട്ടു പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറി നമ്മൾ. പക്ഷെ നമ്മളെ വടവഞ്ചാൽ പോലെ തന്നെയാണ് ഇത് കണ്ടാൽ തോന്നുക. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടെ അടുത്തൊരു ടീ ഫാക്ടറി ഉണ്ട്, ആ കാണുന്ന ഒരു ടീ ഫാക്ടറിയാണ്. ആ ടീ ഫാക്ടറി കയറണമെന്ന് ഞാൻ ചോദിച്ചു പോയിട്ട്. പൊന്നൂറ് വേണ്ട, നമുക്ക് പിന്നെ കയറാറുണ്ട്. എന്നാൽ ശരി പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് മെല്ലെ വിട്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ ചായത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകാൻ. രണ്ട് സൈഡും ചായത്തോട്ടങ്ങളാണ് മൊത്തം. അങ്ങ് ദൂരെ കുറേ ദൂരം വരെ ഉണ്ട് കാണുന്നത്. നമ്മൾ നോക്കുന്നതിനപ്പുറവും ചായത്തോട്ടങ്ങളാണ്. കുറേ കുന്നുകൾ മൊത്തം ചായച്ചെടികളാണ് മൊത്തം. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തിയത് വേറെ അറിയാണ്ട്. ഓട്ടോറിക്ഷൻ്റെ കളറൊക്കെ മാറി, ഓട്ടോറിക്ഷ ടാക്സിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നല്ല ചൂടും അടിച്ചു തുടങ്ങി. നല്ല ചൂട്. അങ്ങനെ നമ്മളെ കയ്യിലേക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ട് അവിടെ നിർത്തി, തണലത്ത് കുറച്ച് നേരം നിർത്തി. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ അടുത്ത് ലൈസൻസ് ഇല്ല, കയ്യിൽ ലൈസൻസ് എടുത്തില്ല. ലൈസൻസും പേഴ്സും എല്ലാം വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പോകും, മറന്നു വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഊട്ടി പോകണ്ട, ഊട്ടിക്കും പിന്നെ പോകാറുണ്ട്. അവിടെ നേരെ ബത്തേരിക്ക് തിരിച്ച്. ബത്തേരി നമുക്ക് പുൽപ്പള്ളി കാപ്പി സെറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, എന്നാൽ അവിടെ പോകാറുണ്ട്. വയനാട്ടിലാകുമ്പോൾ വലിയ പ്രശ്നമല്ല, ലൈസൻസ് കയ്യിലില്ലെങ്കിലും ഫോണിൽ കാണിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ബത്തേരി എത്തി. ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിയിൽ നിന്ന് കാപ്പി സെറ്റ് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ അതുല്യ ഐശ്വര്യ എന്നുള്ള തിയേറ്റർ ഉണ്ട്, അതിൻ്റെ മുന്നിൽ കൂടെ നമ്മൾ പോകുന്നത്. കുറച്ചുകൂടി കറങ്ങിയിട്ട് അപ്പുറത്ത് കൂടെയാണ് ശരിക്കും പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി മെല്ലെ ഇത് കൂടെ വിട്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മെയിൻ റോഡ് അല്ല എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറി മെല്ലെ പോകുന്നത്. അങ്ങനെ അതും കണ്ട് കുറച്ചും എത്തിയപ്പോഴേക്കും തേക്കൊക്കെ വെട്ടിയിട്ടുള്ള സ്ഥലം കണ്ടോ. തേക്കും മരങ്ങൾ വേറെ എന്തെങ്കിലും മരങ്ങളൊക്കെ വെട്ടിയിട്ടുള്ള സ്ഥലമാണ്, ഫോറസ്റ്റിന്റെ സ്ഥലം തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കയറാൻ പറ്റി നോക്കിയപ്പോൾ അവിടെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി ഫോട്ടോ എടുക്കാൻ വെച്ചു. ഫോട്ടോ എടുക്കുകയും കുറച്ച് വീഡിയോ എടുത്ത്. പിന്നെ പൊന്നു കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഞാനും അവിടെ ഫോട്ടോസ് കുറേ എടുത്ത് കൊടുത്ത്. എൻ്റെ ഫോട്ടോസും കുറേ എടുത്തു തന്നിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നോക്കിയപ്പോൾ ചേച്ചി പുല്ലരിന്ന് കുറേ പേര് വന്നിട്ടുണ്ട്. കുറേ വേറെ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ട്, ലോങ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ അവരെയും കണ്ട് അവരെല്ലാം തലണ്ണയും അതൊക്കെ ഇട്ടിട്ട് കിടക്കുന്നത്. അങ്ങനെ അവരത് കണ്ട് നമ്മളെ കണ്ടപ്പോൾ ചിരിച്ച് നമ്മളത് ചിരിച്ചു കൊടുത്ത് നമ്മൾ തിരിച്ചു വല്ല വിടാറുണ്ട്. നമ്മുടെ ലക്ഷ്യം ഇവിടെ അല്ലല്ലോ, കാപ്പി സെറ്റ് അല്ലേ, നമുക്ക് വേഗം കാപ്പി സെറ്റ് എത്തണം എന്ന് പറഞ്ഞിട്ട് വേഗം ഇറങ്ങിട്ടോ. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി മെയിൻ റോഡിൽ കയറി. കുറേ പേര് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ. ഈ വെട്ടിട്ട മരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ട്. പിന്നെ നല്ല തണലും ഉണ്ട്, നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റും, നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ടായി. അങ്ങനെ അവിടുന്ന് മെല്ലെ ഇറങ്ങി അവിടുന്ന് മെയിൻ റോഡിലേക്ക് കയറി. നമ്മൾ പിന്നെ ബൈക്കിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാവുന്നുണ്ട്, ഭയങ്കര ചൂടാവുന്നുണ്ട്, ശരീരം പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേഗം വണ്ടി എടുത്ത് വേഗം കാപ്പി സെറ്റ് പോകാറുണ്ട്. ഓവർ വെയിലാവുന്നതിന്റെ മുമ്പ് കാപ്പി സെറ്റ് എത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ, കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നിൽക്കാലോ അവിടെ. അവിടെ പിന്നെ കുറച്ചും കൂടെ തണുപ്പുള്ള ഒരു ഏരിയയാണ്. അങ്ങനെ പുൽപ്പള്ളി ബോർഡ് നോക്കിക്കൊണ്ട് നമ്മൾ വരുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഫോറസ്റ്റിനുള്ളിൽ കയറിയ ഈരുളം എന്നുള്ള സ്ഥലത്തേക്കുള്ള ഫോറസ്റ്റ് അത്. ഈ റോട്ട് കയറി. ഈ റോഡിനുള്ളിൽ തണുപ്പുണ്ട്, പക്ഷെ വെയിൽ അടിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ വെയിലിന് പ്രത്യേകത ഉണ്ട്. വയനാട്ടിൽ പൊള്ളുകയാണ് ചെയ്യുക കൈ. നമുക്ക് ഭയങ്കര പൊള്ളല വരുന്നത്, പൊള്ളുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ നമ്മളിവിടെ പുൽപ്പള്ളി എത്തിട്ടോ. പുൽപ്പള്ളി എത്തി അവിടുന്ന് ഒരു ബിരിയാണി കഴിച്ച് നേരെ പിന്നെ ഇറങ്ങി കാപ്പി സെറ്റ് കാട്ടിലേക്ക് തന്നെ ഇറങ്ങി നമ്മൾ. നേരെ അവിടുന്ന് ബൈക്ക് എടുത്ത് വേഗം പോകുന്നു. നമ്മൾ വരുന്ന വഴിക്ക് കുറേ പേരെ കണ്ടിരുന്നു, പശുവിനെ നോക്കുന്ന ആൾക്കാരും ആട് നോക്കുന്ന ആൾക്കാരും. അവരുടെ നമ്മൾ ചോദിച്ചു, ചേട്ടാ കയറാൻ പറ്റുമോ? നമ്മൾ കയറാൻ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വണ്ടി നിർത്തരുത്, വണ്ടി നിർത്താണ്ട് മെല്ലെ പോയിട്ട് പോയി. ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിർത്തി. ഫോറസ്റ്റുകാർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ എടുക്കാൻ വെച്ചിട്ട് നമ്മളോട് കുറേ നേരം നിർത്തി നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയിട്ട് ആരും കണ്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ മെല്ലെ ഇറങ്ങി. കാരണം ഉച്ച സമയം കാരണം ഈ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തൊരു തോടോ അങ്ങനെ തോന്നുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ മെല്ലെ ഇറങ്ങി. നമ്മൾ സൂക്ഷിച്ചിട്ടാവും മെല്ലെ പോകുന്നത്, ശ്രദ്ധിച്ചിട്ടാണ് പോണത്. വേറെ എവിടെ നിർത്തുമെന്ന് ചെയ്തില്ല. നമ്മൾ ആ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നിർത്താന്നല്ലാണ്ട് വേറെ എവിടെ നിർത്തില്ല. അവിടെ ഞാൻ വിട്ട്. ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ, വലിയൊരു മരം. അതിനകത്ത് വലിയൊരു ഹോൾ ഉണ്ട്, നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്ന പറഞ്ഞു. ചോദിച്ചു നമ്മൾ, ചേട്ടാ അത് കൂടെ പോകാൻ പറ്റുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചു. പുള്ളി തന്നെ ഫോറസ്റ്റുകാർ ഉണ്ടെങ്കിൽ അവർക്ക് പെർമിഷൻ എടുത്ത് നമുക്ക് കയറിയിരുന്നു. പക്ഷെ ഇന്ന് അവർ അവിടെ ഇല്ലാതെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ മെല്ലെ പോയിക്കോളാൻ പറഞ്ഞു. എവിടെ നിർത്തുന്നു വേണ്ട, ആനയോ കടുവ അങ്ങനത്തെ ഉണ്ട് ഈ കാട്ടിനുള്ളിൽ പറഞ്ഞു. 2-3 ദിവസം മുന്നേ ആ കടുവനെ സ്പോട്ട് ചെയ്തു അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മളത് കേട്ടിട്ട് നമ്മളും മെല്ലെ വിട്ട്. പുള്ളി പറഞ്ഞു വണ്ടി നിർത്തേ വേണ്ട, നിർത്താണ്ട് പോയാൽ മതി, നിർത്താണ്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഫോറസ്റ്റ് അടുത്ത് പറഞ്ഞാൽ മതി, കണ്ടാൽ ചോദിച്ചാൽ പറഞ്ഞാൽ മതി, നമ്മൾ ജസ്റ്റ് കാണാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. അങ്ങനെ നമ്മൾ വേഗം ഇവിടുന്ന് വിട്ട്. നല്ല ചൂടുണ്ട്, അവിടുന്ന് നല്ല വിട്ടു. പക്ഷേ തണലുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല സുഖമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ട്. കുറേ പശുക്കളും കുറേ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മേഞ്ഞ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പൊന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാ ഈ ആ കാട്ടിനുള്ളിൽ കൂടെ ഇങ്ങനെ മൃഗങ്ങൾ പോകുന്നത്,
പിടിച്ച് തിന്നൂലേ കടുവൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ച് തിന്നൂലേ ചോദിച്ചു. അപ്പോൾ പിടിച്ചാൽ പറഞ്ഞ് പിടിച്ച് തിന്നും. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് അത് ശീലമായി തോന്നുന്നുണ്ട്. പിന്നെ അവിടുന്ന് മെല്ലെ പോന്ന് അങ്ങനെ നമ്മുടെ ഗ്രാമത്തിന്റെ അടുത്തുള്ള ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ട് ഗേറ്റ് ഉണ്ട് അവിടെ. ഇതിന്റെ ഉള്ളിലേക്ക് ഫോറസ്റ്റും അതിന്റെ ഉള്ളിൽ ചെറിയ ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്. നല്ല രസമുള്ള ഗ്രാമം കേട്ടോ. നമ്മളെ ഉള്ളിലേക്ക് പോയപ്പോൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം അവിടുത്തെ ആൾക്കാരെ പ്രൈവസിനെ ബാധിക്കുന്നതായിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. പിന്നെ അവിടെ നേരെ കൽപ്പറ്റയ്ക്ക് പോകാനുള്ള വഴിയുണ്ട്, വേറെ റോഡുണ്ട്. ആ റോഡ് വഴി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കൽപ്പറ്റയ്ക്ക് എത്താൻ പറഞ്ഞു അവർ. അവിടെ ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞു നിങ്ങളിത് കൂടെ വിട്ടോ വേഗം എത്താൻ പറഞ്ഞു. പക്ഷെ മണ്ണിട്ട റോഡാണ്, ശ്രദ്ധിക്കണം, ബൈക്ക് കൊണ്ട് പോകുമ്പോൾ വീഴും ചിലപ്പോൾ. പിന്നെ 2 ദിവസം മുന്നേ ചെറിയതായിട്ട് മഴ ചെയ്തുകൊണ്ട് നമുക്കൊരു പേടി, ബൈക്ക് കൊണ്ട് പോകുമ്പോൾ വീണാലോ പറഞ്ഞിട്ട് ഫുള്ള് മണ്ണിട്ട റോഡാ. പിന്നെ നമ്മളൊന്ന് മെല്ലെ വണ്ടി തിരിച്ച് വന്ന വഴി തിരിച്ചു പറഞ്ഞു. അങ്ങനെ വണ്ടി തിരിച്ച് മെല്ലെ ആ സെയിം വഴി തന്നെ നമ്മൾ മെല്ലെ പോന്നിട്ടോ. നമ്മൾ ഈ കയറ്റം കയറി കൊടുക്കുമ്പോൾ 2-3 അന്യ സംസ്ഥാനത്തുള്ള വണ്ടികളുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള. അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, അവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പൊന്നു ചോദിച്ചു ഇതൊന്നും പ്രശ്നമില്ലേ ചോദിച്ചു. പറഞ്ഞു ഇതൊക്കെ പ്രശ്നമാണ്, ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് പ്രശ്നം ഉണ്ടാവും, പിന്നെ ഫോറസ്റ്റുകാർ ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നത്. നമ്മൾ പിന്നെ മൈൻഡൊക്കെ ഒന്നുമില്ല, ആൾക്കാരെന്ത് വെച്ചാൽ കാട്ടിക്കോട്ടെ, നമ്മൾ ചെയ്തത് നമ്മൾ നിയമം തെറ്റിക്കരുത് പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നത്. എവിടെയും വേറെ നിർത്തിയില്ല കേട്ടോ, ഫോറസ്റ്റിനുള്ളിൽ കൂടെ തന്നെ എങ്ങനെ പോകുന്നു, നിർത്താണ്ട് നമ്മൾ പോകുന്നത്. അപ്പൊ പിന്നെ അവിടെ മെല്ലെ പോന്ന് കാക്കവാലി കഴിഞ്ഞ് കുറച്ചും എത്തിയപ്പോൾ കൽപ്പറ്റയ്ക്ക് എത്താൻ നേരത്തെ ഒരു കരിമ്പ് ജ്യൂസും കുടിച്ച് അയാൾ ഐസ് ഇട്ട് തന്ന കാരണം നല്ല ചുമ കുടിക്കാം. അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചുമ കുടിക്കും. അങ്ങനെ നമ്മൾ ബൈപ്പാസ് കയറി കൽപ്പറ്റയ്ക്ക് എത്തിട്ടോ. കൽപ്പറ്റയ്ക്ക് എത്തി അപ്പോഴേക്കും ചെറിയ മഴക്കാർ ഇങ്ങനെ തൂങ്ങിക്കുന്നുണ്ട്, മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ വേഗം വീട്ടിലേക്ക് വിട്ടേ. വീട്ടിലേക്ക് വിട്ടേ ഫോൺ പകുതിക്ക് എത്തിയപ്പോഴും ചാർജ് കയറുന്നത്.